ഹേ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ വ്ളോഗ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ? അതായത് ലേറ്റസ്റ്റ് കഴിഞ്ഞ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇലക്ഷൻ ക്ലബിൻ്റെ ഓരോ പരിപാടിയൊക്കെ ആയിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ 8:30 അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കാനായിട്ട് ഔട്ട്ഡോർ എടുക്കാനായിട്ടൊക്കെ വിട്ടുപോയി. അതുകൊണ്ടാണ് അതിലൊന്നും ഔട്ട്ഡോറൊന്നും ഇല്ലാത്ത. പക്ഷേ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആയിട്ട് നമ്മുടെ വീട് കാണാനായിട്ട് വരെയാണ്. അതായത് നമ്മൾ സെക്കൻഡ് ഫ്ലോർ റിനോവേഷൻ ചെയ്തില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് അവർ വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ നേരെ കിടന്ന് ഉറങ്ങിയൊന്നുമില്ല, കണ്ണൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. NCCയിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ അല്ലാതെ കൺവെർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് തിരക്കായിരുന്നു. ഇന്നലെ വീഡിയോസ് ഒരു ചാനലിലും പോയില്ല. അതായത് ഞായറാഴ്ച ഒരു ചാനലിലും വീഡിയോസ് പോയില്ല. അതിൻ്റെ എല്ലാം നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അവർ 11 മണി 10:30 വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അവർ വരുമ്പം അതിന് മുമ്പേ എനിക്ക് എല്ലാം തീക്കണം. അപ്പോൾ ഫുള്ള് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ അവരെല്ലാവരും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ചെറിയൊരു വർക്കെല്ലാം ഒന്ന് ഞാൻ തീർത്തിട്ട് വരാവേ. ഈ ഗൈസ്, ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ടാങ്ക് കലക്കാൻ പോവുകയാണ്. അതായത് ഓറഞ്ച് ടാങ്ക്. അതാണ് അടുത്ത പരിപാടി. വെള്ളം പിടിക്കണം. 3 ടാങ്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇനി കലക്കാൻ പോണത്. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടാ, അതിൽ ബിമ്മ് കലക്കിയിട്ടുണ്ട്. അത് അടച്ചി കഴിച്ചപ്പോൾ ഇപ്പം സമയം ഒരു 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം വരുമായിരിക്കും. അവർ ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കണ്ടൻസ് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ പിന്നെ അടിപൊളി ക്ലൈമറ്റ്, വേറെ മഴയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. രാവിലെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുക്കിയതിന് ശേഷമാണ് ഇപ്പം ഒരു വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ആശിഷും അഭിജയൊക്കെ നേരത്തെ വന്നിരിക്കുകയാണ്. എന്താ എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. എക്സ്ട്രാ ഷീറ്റ് ഉണ്ടല്ലോ, സ്ക്രാപ്പ്. ഇതാണ് ഇപ്പം എടുത്ത റൂം. ഇപ്പം അല്ല, ചാടുന്ന എനിക്ക് താഴെ വൈവില്ലേ, ഇത് വഴി എടുത്ത് ചാട്. കുഞ്ഞാലെങ്ങനെയാണ് ട്രൈ? ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതിലിരുന്നാണ് അവൻ സ്ഥിരം വീഡിയോ എടുക്കുന്നത്. വീഡിയോ ആണല്ലോ മിസ്റ്റർ. കണ്ടടാ, ലൈറ്റുകൾ കണ്ടാടാ. എവിടെ നിന്ന് വെച്ചേ? മുട്ടത്തോടിൻ്റെ തിരികാലിൽ ഇരിക്കുന്നത്. തന്നെ ആദ്യം ഇരിക്കുമ്പം അങ്ങനെ തോന്നും, പിന്നെ പിന്നെ ശീല തോന്നൂല്ലോ അത്. ഇനി അവിടെ നിന്ന് എങ്ങനെ നീ കയറും? തിരിച്ചതേപോലെ ഇറങ്ങിയത് നീട്ടില്ലേ? അവിടെ ഉണ്ട്. തിരിച്ചിറങ്ങാനും പിടിക്കൂലേ? കുഴപ്പമില്ല, കയറി.
വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണം. ഇത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി അടിച്ചെഴുന്നതോ ഗ്രീൻ. ഇവിടെ കുറെ കല്ലിരുന്നു, അപ്പം അതിനെല്ലാം കൂടെ പറക്കി അങ്ങനെ കെട്ടി ചുമ്മാ തന്നെ. വല്ല നടക്കോടെ? ഗ്രാനൈറ്റ് അല്ല, മറ്റേ വേറെന്തോ പേരുണ്ട്, മറ്റേ തറയിലിടണില്ലേ ബാത്റൂമിന്റെ അകത്ത്. ഇത് ബാത്റൂമിന്റെ കല്ലാണ്, ഇത് ബാത്റൂമിന്റെ കല്ലാണ്. മിച്ചം ഉണ്ടായിരുന്നത് ബാക്കി ഇത് അവിടെ ഇരിക്കുന്നു, ബാക്കി ഇതായിരിക്കും, ബാക്കി ഇതിന്റെ അകത്തും ഉണ്ട്. ടൈൽ പോലെ ആയിരിക്കും. ഇത് തറയിലിടുന്നത് ബാത്റൂമിന്റെ. നമുക്ക് ഇതേപോലെ കാണും. ഹെലികോപ്റ്റർ ഇട്ട് തരാം. Section 126 correspond to section penal code receive property tax mark depending mentioned in section. ഇവിടെ ചാടണ്ട, നീ അതിന്റെ മണ്ട കയറിട്ട് അങ്ങോട്ട് ചാട്. എടുത്ത് അതൊക്കെ പ്രീ കേജിൽ വിട്ടേടാ ഇതൊക്കെ. കാലെടുത്ത് നീ കാലിവിടെ പോയി, ഒരു കാല് തിരിച്ച് അതേപോലെ മറ്റടുത്ത് വെച്ച് ഇറങ്ങി വാ. ഇത്രേ ഉള്ളു. നീ നേരത്തെ ഇറങ്ങിയതല്ല. ഗെയിം കളിക്കാൻ പോകണ്ടേ? അത് ആരെങ്കിലും പറയണല്ലേ? കാരണം ഇതിലൊരാണും പെണ്ണുണ്ട്. ആരെയും ഇമ്പോസ്റ്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ പറഞ്ഞു വരുമ്പോ അയാൾക്ക് ഇതിലായോ ആർക്കും ഒരാൾക്ക് കണ്ടിട്ടറിഞ്ഞൂടാ, അയാൾക്ക് ഇങ്ങനെ പറഞ്ഞു വരും. പിന്നെ ഒക്കെ പറയുന്നത് വെച്ച് അവൻ പറഞ്ഞ കേട്ടില്ലേ? ബാക്കി കല്യാണം കഴിക്കാത്തവർക്കും ആവാം. പെട്ടെന്ന് അവനറിയാത്ത വിഷയം കൊടുക്കരുത്.
ഇത് കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ പറയാനുണ്ട് ഇല്ലെങ്കിൽ വേറെ പേരെ ബെസ്റ്റ്. ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും. അല്ലാതെയും ചെയ്യാം. ഇത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഇതെല്ലാവർക്കും മനസ്സിലായി. സിനിമയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കില്ലല്ലോ. അതിനെന്ത് എഴുതാൻ പോയിട്ടുണ്ട്. ലൈവല്ല, എൻ്റെ വ്ളോഗ്. പുല്ലൂരികൻ്റെ കുഴിമന്തി സ്പോട്ട് ഓപ്പൺ ആണല്ലോ. വണ്ടി ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ടിൽ. വണ്ടി ഉണ്ടോ? നീ എപ്പോ വന്നത്? അതിനവിടെ പോയി അതെടാ. എന്റെ പേര് പറഞ്ഞാൽ നീ ആ കേസ് ഇട്ട് വിട്ടില്ലേ? കുറച്ചേര് കയറിയാ നേട്ടാ. ഇത് ലൈവല്ല, ഇതെന്റെ വ്ളോഗ്. നേരത്തെ ഞാൻ എടുക്കും. ഞാൻ പിന്നെ കഴിയും. നിങ്ങൾ കഴിയടേ. എല്ലാം കഴിയണം കേട്ടോ. ഇവിടെ മുതൽ എല്ലാം കഴിച്ചു ക്ലീൻ ചെയ്തോ. ഓക്കെ. ഹേ ഗൈസ്, അപ്പോൾ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് ഒതുക്കിയതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ടാണ് ഈ ഒരു ഔട്ട്ഡ്രോ എടുക്കണേ. അപ്പോൾ അവർ പോയതൊന്നും എടുത്തിട്ടില്ല, കുറച്ച് വീഡിയോ ക്ലിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടിപൊളിയായിരുന്നു, നല്ല ഫണ്ണൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പ്രയറിൻ്റെ അന്ന് വിളിക്കാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ടാണ് അല്ലാതെ ഒരു ദിവസം വിളിച്ച് സെറ്റ് ചെയ്ത് കുറച്ച് പേരെ മാത്രമേ വിളിച്ചുള്ളൂ. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ കോളേജിൽ വിളിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിലുള്ളവരെ മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. ക്ലാസ്സിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടില്ല, കുറച്ച് പേര് മാത്രമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ അവർ കൊണ്ടുവന്ന് ഫ്രെയിം അവിടെ ഇപ്പം തൽക്കാലം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് എവിടെയെങ്കിലും ഹാളിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം, ഡ്രില്ലൊക്കെ അടിച്ച് വെക്കാം. 3D സാധനമാണ്, അതൊന്നും നമ്മൾ വ്ളോഗിൽ എടുത്തില്ല, അവർ കൊണ്ടുവന്നതെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഈ വ്ളോഗ് കൂടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു കിടിലം വ്ളോഗ് വരുന്നതിന് എല്ലാവർക്കും ഗുഡ് ബൈ.